ഗുഡ് മോർണിംഗ്. ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്പം എല്ലാവരും ബിസി ആയിരിക്കുന്ന അറിയാം, ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാനും മോർണിംഗ് എണീറ്റു, കുളിച്ചു. എനിക്ക് കിട്ടിയേക്കുന്നത് 2 കറിയാണ്. പച്ചടിയും പരിപ്പും ഉണ്ടാക്കലാണ്. അത് രണ്ടും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റും അതെ. ഇനിയിപ്പം പൂവിടണം. പൂവിട്ടതിന് ശേഷം ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയായിരുന്നു, അടിച്ചൊക്കെ വരികയായിരുന്നു. നേരത്തെ എണീറ്റതിൻ്റെ ഗുണമാണ് അതൊക്കെ. അപ്പം പിന്നെ എന്താ ഗെറ്റ് റെഡി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷനൊക്കെ തുടങ്ങുവാണ്. 10 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്നറിയില്ല, ഒരുങ്ങിക്കഴിയുന്നതനുസരിച്ചിരിക്കും തോന്നുന്നു. അപ്പം എങ്ങനെയായിരിക്കും എന്നറിയില്ല. എൻ്റെയും ഫസ്റ്റ് ഓണമാണ് ഹൈദരാബാദ്. അപ്പം നാട്ടിലാകുമ്പം ഫുഡ് ഉണ്ടാക്കുന്നു, സദ്യ എല്ലാവരും കൂടി കഴിക്കുന്നു, കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നു, സംസാരിക്കുന്നു, കഴിഞ്ഞു. ഇവിടെ ആകുമ്പോൾ ഓണക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓണക്കളികൾ കളിച്ചിട്ടില്ല. സ്കൂൾ ടൈമിലൊക്കെ സെലിബ്രേഷന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ. അല്ലാണ്ട് വീട്ടിൽ മീൻസ് നമ്മൾ വീട്ടിൽ ആഘോഷിക്കുമ്പോൾ അങ്ങനെയൊന്നും നടത്തില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഓണക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് ഇതൊക്കെ കാണാൻ വേണ്ടി, എങ്ങനെ ഇരിക്കും എന്നൊക്കെ. അപ്പം വഴിയേ കാണാം. ഇത് ഞാൻ പച്ചടിയൊക്കെ ഉണ്ടാക്കി. ഇതിൽ കടുക് വറുത്തിടണം ഇനി. പിന്നെ ദേ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറാകുന്നു. ഇതിപ്പോൾ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചേക്കും. അതിൻ്റെ ഇടയിൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. വെള്ളം തീർന്നു പോയി. ഇനി അവരെ അടിക്കാണ്ട് ഒരു രക്ഷയില്ല. കുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പാത്രം കഴുകണമെങ്കിൽ വെള്ളം വേണം. പിന്നെ ഗോകും എണീറ്റിട്ടില്ല. സോ അവരൊക്കെ എണീറ്റ് കുളിക്കണ സമയത്ത് വെള്ളം ഇല്ലെങ്കിലും പണിയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ എക്സ്ട്രാ ഒരു ടാങ്ക് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ വാഷ്റൂമിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം കുളിക്കേണ്ടി വരിക. നോക്കാം, അതിന് മുമ്പ് വെള്ളം വരുവാണെങ്കിൽ നല്ലത്. അപ്പം ഇനി പൂവിടാം. ഇത് ഉത്രാടത്തിനിട്ട പൂവാണ്. ഇതിനെടുത്ത് മാറ്റിയിട്ട് പൂവിടണം. അങ്ങനെ പൂക്കളൊക്കെ ഇട്ടു. പൂക്കളം വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. ആകെ എനിക്ക് 2 പൂവേ കിട്ടുകയുള്ളൂ. ആ 2 പൂവ് വെച്ച് എന്നെക്കൊണ്ട് പറ്റിയ രീതിക്ക് ഞാൻ ഇട്ടു എന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ പൂവ് തീർന്നും പോയി. അപ്പം ഞാൻ ഫുള്ള് റോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. വലിയ ഭംഗിയൊന്നുമില്ല കണ്ടിട്ട്. പക്ഷേ തിരുവോണമാകുമ്പോൾ പൂവ് ഇടണമല്ലോ. അപ്പോൾ ഉള്ള പൂവ് വെച്ച് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പം ഇനി ചോറ് വെന്തോന്ന് നോക്കണം. അത് കഴിഞ്ഞ് ദച്ചുവിനെ എണീപ്പിക്കണം, കുളിപ്പിക്കണം, ഫുഡ് കൊടുക്കണം. പണി കുറേ കിടക്കുവാണ്. അപ്പം പിന്നെ കാണാം. അപ്പം ഞാൻ റെഡിയാകാൻ പോവുകയാണ്. സാരിയും ബ്ലൗസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആവലേ ഉള്ളൂ. റെഡി ആകുന്നത് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദച്ചു ഇച്ചിരി ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ റെഡിയാക്കണം. ഒന്നെങ്കിൽ റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ റെഡി ആവുന്നത് എടുക്കും. അതിൽ കയറിയ വീഴൂട്ടോ. ജിമ്മൊക്കെ ചെയ്യാനായോ നീ? കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
aesthetic. Start. ഞങ്ങൾ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ 1 hour ആയിട്ടുണ്ടാവും. ഫ്രഷായി ഫുൾ കുളിച്ച് ബെഡിൽ കിടക്കുക. മതിയായി മൊത്തത്തിൽ കാലൊക്കെ വേദനയെടുത്ത് ഫുൾ ടയേർഡാണ്. നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഈ വീഡിയോ ആക്ച്വലി വ്ലോഗ് എപ്പോഴും അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നാളെ ഞാൻ എഡിറ്റ് ചെയ്ത് നാളെ തന്നെ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞു പോകും, എന്നാലും ഞാൻ ഇടും. പിന്നെ ദച്ചുമോള് നല്ല ഉറക്കമായി. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല അധികമൊന്നും. ഇപ്പോഴാണെങ്കിലും പഴമാണ് കഴിച്ചേക്കുന്നത്. ഫുഡ് വാങ്ങാൻ വേണ്ടി ഗോഗ പോയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ദച്ചുവിനെ എണീപ്പിച്ച് കൊടുക്കാൻ നോക്കണം. കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ, അല്ലെങ്കിൽ ഉറങ്ങുവാണെങ്കിൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ വാശിയായിരിക്കും. വാശി പിടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിയത്. അവിടെ ഇങ്ങനെ കടന്ന് കളിയായിരുന്നു. പൂമ്പാറ്റ പാറി നടക്കണ മാതിരി ഫുള്ള് പാറി നടക്കുമായിരുന്നു. പോയപ്പോൾ എങ്ങനെയാണോ പോയത് തിരിച്ചു വന്നപ്പോൾ അങ്ങനെയല്ല വന്നത്. തിരിച്ചു വന്നപ്പോൾ ഒരു ഡൈപ്പർ മാത്രമേ എൻ്റെ കൊച്ചിനുണ്ടായിരുന്നുള്ളൂ. ഫുള്ള് അവൾ അവരുടേതായ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഫുള്ള് ടാൻ അടിച്ചിട്ട് അങ്ങനെ എന്താ പറയുക, ദച്ചു ആണോന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പോലെ അത്രയും ടാൻ അടിച്ചേക്കുന്നത്. പിന്നെ കളിയുടെ ഒരു ഇതല്ലേ വിചാരിച്ച് വിട്ടു. എന്നിട്ടിപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ നല്ല ഉറക്കവുമാണ്. ഇനി എപ്പോഴാണാവോ ഞാൻ എണീപ്പിച്ചാലും എണീക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും പോകുള്ളൂ. കാരണം അത്രയും ടയേർഡായിരിക്കും. ദച്ചു മാത്രമല്ല എല്ലാവരും ടയേർഡാണ്. എല്ലാവരും ഇനി മോസ്റ്റ്ലി ബെഡിലായിരിക്കണം. ഞാൻ എന്തായാലും ആണ്. ഗോഗു ഇപ്പോൾ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. വന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ഹലോ, ഒരു ഫിലിം